വിനീതാണ് പുതുവത്സൻസിലെ. ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ നാടൻ നിലവിളക്ക് നിർമ്മിക്കുന്ന വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഞാൻ ഇതുവരെ യൂട്യൂബിലോ അങ്ങനത്തെ സ്ഥലത്തൊന്നും അധികം കണ്ടിട്ടുമില്ല. നമ്മുടെ ഹാൻഡ് മെയ്ഡ്, അതായത് പുതുവത്സൻസിൻ്റെ കമ്പനിയിൽ തന്നെ നമ്മളെ ഒറിജിനൽ പഴയ രീതിയിൽ തന്നെ നിലവിളക്ക് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ആ നിർമ്മിക്കുന്ന സാധനങ്ങൾ റെയറാണ്, ഒരുപാടൊന്നും നമ്മൾ നിർമ്മിക്കുന്നില്ല. നമ്മുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വേണ്ടി മാത്രം നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു മോഡൽ ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമുക്ക് അതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്കും പോവാം. ഈ കാണുന്നത് നമ്മുടെ നാടൻ വിളക്കിൽ തന്നെ ഗണപതി വിളക്ക് എന്ന് പറഞ്ഞൊരു മോഡലാണ്. പിന്നെ ഇത് അധികം പുറത്തൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ടില്ലല്ലോ. ഇതിൻ്റെ ഡൈ കാസ്റ്റിങ്ങോ കമ്പനി സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഹാൻഡ് മെയ്ഡ് അധികം പുറത്തൊന്നും അവൈലബിൾ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ വാക്സ് മോൾഡിൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഈ വിളക്കുണ്ടാകുന്ന ഫസ്റ്റ് പ്രോസസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് മെഴുകാണ്. മണ്ണിൻ്റെ മോൾഡ്, അതായത് മണ്ണിലൊരു മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മോൾഡിൽ കോട്ട് ചെയ്ത വിളക്കിൻ്റെ മോഡലാണിത്. ഇതിപ്പോൾ നമ്മൾ ഷേപ്പാക്കി എടുക്കും. ഇതിപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ വിളക്കുണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ എത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു വിളക്കുണ്ടാകുന്നത്, അതായത് ഹാൻഡ് മെയ്ഡ് വിളക്കുണ്ടാകുന്നത് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിപ്പോൾ നമ്മൾ തട്ട്, അതായത് ഒരു വിളക്കിന്, നമ്മളെ നാടൻ വിളക്കിനാണെങ്കിൽ ഒരു തട്ടിന് താഴെ ഭാഗവും മുകൾ ഭാഗവും അങ്ങനെ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ താഴെ തട്ട് മേലെ തട്ട്. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്ന രൂപം ഇതിപ്പോൾ മെഴുപ്പിടിച്ച് കഴിഞ്ഞതാണ്, മെഴുകിലാക്കി കഴിഞ്ഞത്. ഇതിൻ്റെ പിന്നെ കീഴ്ത്തട്ടാണിത്, ഇതിൻ്റെ താഴെ ഭാഗം. അപ്പോൾ രണ്ട് പീസിലാണ് നമ്മളത് ചെയ്യുക. അതെല്ലാം വലിയ സൈസിലൊന്നല്ല, ചെറിയ വിളക്കുകൾ, നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് വിളക്കുകൾ രണ്ട് പീസാണ് ഉണ്ടാവുക. ഇതിനിപ്പോൾ ഇങ്ങനെ ലൈന് ഇടുന്നതും ഇങ്ങനെ നമ്മുടെ തണ്ടിന് ലൈൻ വരുന്നതും ഉണ്ട്, അല്ലാതെ പ്ലെയിനായിട്ട് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ കേരള നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ നടുക്ക് ഈ തണ്ടിനിങ്ങനെ വര വരുന്ന സ്റ്റൈലാണ്. അപ്പോൾ വിളക്ക് കത്തുന്ന കാണാനൊരു ഭംഗിയുണ്ടാവും. ക്ലീൻ ചെയ്യുന്നതൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന ആ രീതിയിലല്ല നമ്മളത് ചെയ്യുക. ഇതാണ് പിന്നെ നിലവിളക്കിൻ്റെ അടിത്തട്ട്, അതായത് മെഴുകിൽ ചെയ്തത്. ഇനി ഇതിന് കുറേ പ്രോസസ്സ് ഉണ്ട് ഇത് ചെയ്യുന്നതിന്. ഇതിൻ്റെ നമ്മളെ വിളക്കായി വരുന്നതിന് കുറേ പ്രോസസ്സ് ഉണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ കോട്ടിങ് മണ്ണ് തേച്ചതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കോട്ടിങ് മണ്ണ് തേച്ചിട്ട് അതിന് ബെൽറ്റ് ഇടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉരുക്കുന്ന വിളക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഉരുക്കുന്ന ഓടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പിന്നെ പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ബെൽറ്റ് ഇടുന്നതാണ്. ബെൽറ്റ് ഇട്ടിട്ട് ഇത് അവസാനത്തെ മണ്ണാണ് ഇപ്പോൾ തേക്കുന്നത്. ഇത് തേച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് വാർക്കാനുള്ള പരുവത്തിലാവും. ഇതാണ് അവസാനത്തെ ഇത് മണ്ണ് തേക്കുന്നതാണ്. അപ്പോൾ അതിൽ ആ ബെൽറ്റ് ഇട്ടിട്ട് കാണാം. ആ ബെൽറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലെ വാക്സ് നമ്മൾ പിന്നെ മെൽറ്റ് ചെയ്ത് കളയും. എന്നിട്ട് അതിൻ്റെ പൊസിഷനിലേക്കാണ് ഓട് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുന്നത്. ബ്രാസിൻ്റെ അത് മെൽറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ അതിൽ കുറേ കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. ഇത്രയും ചെറിയ വീഡിയോയിൽ നമുക്കത് പറയാൻ പറ്റില്ല. ഇത് മണ്ണ് തേച്ചതിന് ശേഷമുള്ള പിന്നെ വിളക്കുകളാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിപ്പം മെഴുകുണ്ട് വിളക്കിൻ്റെ രൂപത്തിൽ. അപ്പോൾ ആ മെഴുക് ഉരുക്കി കളഞ്ഞിട്ട് പിന്നെ അതിലേക്കാണ് ഓട് ഉരുക്കി ഒഴിക്കുക. നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കാണാം. അടുത്ത നമ്മളിപ്പോൾ ഓട് ഉരുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതേ സമയം തന്നെ ഈ ഓട് ഇതിലേക്ക് ഇപ്പം ഇടുന്നത് കരിയാണ്. അപ്പം ആ ഒരു സൈഡിൽ മെൽറ്റ് ചെയ്യുന്നു ഓട് ഉരുക്കുന്നതും, മറ്റേ സൈഡിൽ ഈ വിളക്കുമാണ്. അപ്പോൾ ആ വിളക്കിൻ്റെ കരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോൾഡ് കറക്റ്റായിട്ട് ചൂടാവണം. അതായത് ഈ ഓട് എല്ലായിടത്തും കയറി ചെല്ലണമെങ്കിൽ പിന്നെ നല്ലോണം ചൂടായിട്ട് വേണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ചുവന്ന കളറായിട്ടുണ്ടാവും. നല്ല കട്ടിയിലായി കഴിഞ്ഞാൽ ഓട് ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തുള്ളൂ. ആ ഓട് മെൽറ്റ് ചെയ്ത ഓട് എല്ലായിടത്തും എത്തണമെങ്കിൽ അതും കൂടെ ഈ പിന്നെ ഈ മോൾഡും കൂടെ ചൂടാവണം. ഇതിപ്പോൾ നമുക്ക് ഉരുക്കി ഒഴിക്കുന്നത് കാണാം. ഇത് നിലവിളക്ക് മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇത് ഒരു സ്റ്റെപ്പിൽ നമ്മൾ പിന്നെ ഒരു 10-12 വാർക്കുന്നത്. ഒരു മാസം കൊണ്ടാണ് നമ്മളിത് ചെയ്ത് തീർക്കും. ഒരു മാസം കൊണ്ട് ഏകദേശം നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20-25 വിളക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു
ഒരു കമ്പനീൻ്റെ ഒരു സാധനത്തിൽ. അതപ്പോൾ അങ്ങനെ 2-3 സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കും. അത് നമ്മുടെ ഓരോ ഔട്ട്ലെറ്റിലേക്ക് വേണ്ടി മാത്രം. നമ്മൾ പുറത്തധികം കൊടുക്കില്ല എന്നല്ല, പക്ഷെ കൊടുക്കാൻ പറ്റാറില്ല. അത്രയും പ്രൊഡക്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അത് ഇപ്പോൾ ഓട് ഉരുക്കിയത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു. ഇനിയിപ്പോൾ കുറച്ച് ഇത് എന്ന് വെച്ചാൽ ഇതെല്ലാം ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് തണിഞ്ഞ്, അതായത് ഈ ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര ഹീറ്റായിട്ടാണ് ഉണ്ടാവുക. മണ്ണിൽ കുഴിച്ചിടുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രഷർ വന്നിട്ട് അത് പൊട്ടാണ്ടിരിക്കാൻ പറ്റും. നമ്മുടെ കരു പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മെനക്കെട്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഈ കരു ഇത്രയും മണ്ണിലും കൂടെ കുഴിച്ചിടുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മണ്ണിലും കുഴിച്ചിടുന്നത് അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മൾ വാർത്ത് കഴിഞ്ഞു. ഇനി പൊട്ടിക്കുന്നത് കാണാം. ഇത് നമുക്ക് ശരിക്കും ഒരു വിളക്കുണ്ടാകുന്നതിന് ഒരു 4-5 പ്രോസസ്സ് ഉണ്ട്. അതിൽ പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളതിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രോസസ്സാണ് ഇത് കഴിഞ്ഞിട്ട് 2 പ്രോസസ്സും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഈ വിളക്ക് ഒരു വിളക്കായിട്ട് വരുള്ളൂ. ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ എന്താ പറയുക ഈ പിന്നെ കുറേ ആവശ്യമില്ലാത്ത പാർട്സുകളുണ്ടാവും. അതിൽ നമ്മൾ ഓട് കയറാനും അതിനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്ന ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഒരു വിളക്കിൻ്റെ രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞ് അതിനെ ഗ്രൈൻഡ് ചെയ്ത് പിന്നെ കടഞ്ഞിട്ട് പിന്നെ അതിനെ പോളിഷും ചെയ്തിട്ട് മാത്രമേ നമുക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് വിൽക്കാൻ പറ്റൂ. കൂടുതലും നമ്മൾ നാടൻ വിളക്ക് വെക്കുന്ന സമയത്ത് പിന്നെ പോളിഷ് ചെയ്യാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാച്ചുറലി ഒറിജിനൽ ഓടാണെങ്കിൽ നാച്ചുറലി തന്നെ അതിനൊരു നല്ല കളറുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പോളിഷ് ചെയ്യേണ്ടി വരില്ല. ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ കറുപ്പ് കളറൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കളറ് നമുക്ക് മനസ്സിലാവും. നല്ല ഓടിൻ്റെ നിറം മനസ്സിലാവും. ഇത് മേൽത്തട്ടാണ് വിളക്കിൻ്റെ. ഇപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് അതിൻ്റെ കീഴ്ത്തട്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഒരു വിളക്കുണ്ടാവുക. അല്ലാണ്ട് ഇതിന് വേറെ വെൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരുപാട് വിളക്കുകൾക്ക് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് പിന്നെ ലൈറ്റ് വെയിറ്റ് ഒന്നും കിട്ടും. ഇതിന് നല്ല വെയിറ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ഒരു ഗൃഹപ്രവേശത്തിന് ഒരു വിളക്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ഗൃഹം എത്ര കാലം ഉണ്ടാവോ അത്രയും കാലം ആ വിളക്ക് നിൽക്കണം എന്നാണ് പറയുക. അതല്ല നമ്മൾ ആദ്യമായിട്ട് വിളക്കെടുത്തിട്ട് നമ്മൾ ഒരു വീട്ടിനുള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ ആ വിളക്ക് പിന്നെ അത്രയും കാലം, അതായത് വീടുള്ളിടത്തോളം കാലം ആ വിളക്കും ഉണ്ടാവണം എന്നാണ് ശരിക്കും കണക്കിൽ പറയാം. ഇപ്പോൾ പക്ഷേ സാധാരണ ആൾക്കാർ എന്താ വെച്ചാൽ വെയിറ്റ് കുറഞ്ഞത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാറുണ്ട്. ആ രീതിയിൽ ഉണ്ടാക്കുന്നതും ഉണ്ട്. അതിന് ഡൈ കാസ്റ്റിംഗ് പറയും. ഇത് മെഴുകിൽ ചെയ്യുന്നതാണ്, വാക്സ് മോൾഡിംഗ് എന്ന് പറയും. ഇതാണ് ശരിക്കും ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുന്ന വിളക്ക്. ഇത് നമ്മൾ ആദ്യം കാണിച്ച വിളക്കാണ്. ആദ്യം കാണിച്ച വിളക്കിൻ്റെ പോളിഷ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള രൂപമാണിത്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് കടയുന്നത് കാണാം. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിൽ ഈ മണ്ണിൻ്റെ നമ്മൾ ഈ മണ്ണ് ചൂടാക്കിയതിൻ്റെയൊക്കെ ലെയർ ഉണ്ടാവും. അതിപ്പോൾ കളഞ്ഞിട്ട് നാച്ചുറൽ പോളിഷിലുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. നാച്ചുറൽ എങ്ങനെയാണോ ആ ഓടിൻ്റെ നിറം, ആ നിറത്തിലാണ് നമ്മൾ സാധാരണ കസ്റ്റമേഴ്സിന് കൊടുക്കുക. ചെറിയ കുത്തും കലയൊക്കെ കാണാം അതിൽ. അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ബഫ് ചെയ്യുന്നില്ല, അത് പോളിഷ് ചെയ്യാണ്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അത് ശരിക്ക് എനിക്ക് തോന്നുന്നൊരു 25 വർഷം 30 വർഷമൊക്കെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും, ഒന്നാവാണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത വിളക്ക്. ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നവരുണ്ടെങ്കിൽ. താങ്ക് യു സോ മച്ച്.